ഹലോ ഫ്രണ്ട്സ്, ചെമ്മനെ പോലെ നാളത്തെ വിശേഷങ്ങൾക്ക് ഏവരെ സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ സച്ചി നേരെ നീലിമയുടെ വീട്ടിൽ ചെല്ലുകയാണ്. നീലിമയുടെ വീട്ടിൽ ചെന്നിട്ട് വലിയ രീതിയിൽ ഒരു സോഫയിൽ കയറി അങ്ങോട്ട് ഇരിക്കും. ഇരുന്നിട്ട് വലിയ കാലൊക്കെ ഇട്ടിരുന്നിട്ട് പറയുക. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ നീലിമ വന്നിട്ട് പറയാം, സച്ചി നിന്നെ ഞാൻ ഓട്ടം വിളിച്ചിട്ടില്ലോ, നിന്നെ ഓട്ടം വേണ്ട ഞാൻ പറഞ്ഞല്ലേ, പിന്നെ നിന്നെ പറഞ്ഞ ഓട്ടത്തിനല്ല, അതിന് വലിയ കാര്യം ഇവിടെ നടക്കുന്നുണ്ട്, അതൊന്നും അറിയാൻ വേണ്ടി വന്നെന്ന് പറയാം. നീ ആവശ്യമില്ലാത്ത വിഷയം ഉണ്ടാക്കുന്നത്, എന്താ നിൻ്റെ ആവശ്യം? കാരണം ഞാൻ പോലീസിനെ വിളിക്കും. പോലീസിനെ വിളിക്കണം, നീ വിളിക്കടി പോലീസിനെ, നീ വിളിച്ചിട്ട് ബാക്കിയുള്ള കാര്യം ഞാൻ പോലീസ് വന്നു കഴിഞ്ഞാൽ പറഞ്ഞോളാം, നിന്നെ പോലീസ് പിടിപ്പിക്കാൻ തന്നെ ഞാൻ ഇവിടെ വന്നത്. നീ എന്താ സച്ചി പറയുന്നത് ചോദിക്കും. നിനക്ക് അപ്പോൾ സച്ചി ചോദിക്കും, നിനക്ക് സുധി അറിയാം ചോദിച്ചു. പിന്നെ സുധി അറിയാം. സുധിയുടെ ആരാ നീ? സുധിയുടെ ബ്ലഡാണ് ഞാൻ, അതായത് സുധിയുടെ അനിയനാണ് ഞാൻ. എൻ്റെ ബ്രദറാ സുധിയുടെ കയ്യിൽ നിന്ന് 50 ലക്ഷം രൂപ നീ തട്ടിയെടുത്തില്ലേ? അപ്പോൾ ആ 50 ലക്ഷം രൂപ അത് മേടിച്ചെടുക്കാൻ വേണ്ടി തന്നെയാണ് വന്നത് ഞാൻ. നീ അവനെക്കാട്ടും വലിയ ഫ്രോഡാണല്ലോ അടി എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആവശ്യമില്ലാതെ സംസാരിക്കുന്ന സുധി, അല്ല സച്ചി, നീ സംസാരിക്കുന്ന സൂക്ഷിച്ച് സംസാരിക്കണം. നീ അവൻ്റെ അനിയനാണ് തന്നെ ഞാൻ ഒരിക്കൽ പോലും നിന്നെ ഓട്ടം വിളിക്കത്തില്ലെന്ന് അത് ഞാൻ അറിയാണ്ട് വിളിച്ചത്. പക്ഷേ ഇത്രയും ഓട്ടം നിനക്ക് കിട്ടത്തുമില്ല, ഒന്നുമില്ലായിരുന്നു. നീ ഇത്രയും നാളെ നീ വിളിച്ചായിട്ടുള്ള ഓട്ടങ്ങളൊക്കെ ഇല്ലേ, നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ട് പോകത്തുള്ളായിരുന്നു അറിഞ്ഞു. ഞാൻ നിന്നെ വിളിച്ച ഓട്ടത്തില്ല, നിന്നെ നഷ്ടപ്പെട്ട് പോകത്തുള്ളൂ. അതൊന്നും ഓട്ടത്തിൻ്റെ കാര്യങ്ങളൊന്നല്ല ഇവിടെ പറയുന്നത്. നീ എൻ്റെ ചേട്ടൻ്റെ മേടിച്ച 50 ലക്ഷം അതെന്തേ, അതെനിക്കറിയണമേ. അതോ 50 ലക്ഷം, എടാ ആ 50 ലക്ഷം എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ 50 ലക്ഷം കൂടാതെ ഒരു 3 ലക്ഷം രൂപയും കൂടെ ചേർത്ത് 53 ലക്ഷമായിട്ട് ഞാൻ തിരിച്ചു കൊടുക്കും. പലിശ ചക്കത്തും, അതായത് പലിശയും കൂടെ വേണമെന്നുള്ള രീതിയിൽ പറഞ്ഞ് കൊടുത്തിരുന്നത്. അത് കൊടുക്കാൻ തന്നെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് അവൻ മാത്രമല്ല, അവൻ്റെ കൂടെ വേറൊരുത്തി ഉണ്ടല്ലോ, അതായത് അവൻ്റെ ഭാര്യ എന്ന് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശ്രുതി, അവളും കൂടെ ചേർത്താ. അതായത് ഒരു ബ്യൂട്ടി പാർലർ കയറ്റി എന്നെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ച രീതിയിൽ അവരെന്നെ അത്ര രീതിയിൽ ആക്രമിക്കുന്ന ആ സമയത്ത് എനിക്ക് സഹികെട്ടാണ് ഞാൻ പൈസ കൊടുക്കുകയും ചെയ്തത്. അപ്പോൾ ഇതെല്ലാം ലാസ്റ്റ് കോടതിയുടെയും അല്ല വക്കീലിൻ്റെയും പോലീസുകാർ മുമ്പേ ഒക്കെ വെച്ച് എഴുതി തിട്ടപ്പെടുത്തിയാണല്ലോ കൊടുത്തത്. ഇപ്പം ഇത് രേഖകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്, ആ രേഖകൾ എൻ്റെ കയ്യിലുണ്ട്. ഇപ്പം ഞാൻ കാണിക്കണോ, നിനക്ക് കാണിക്കണോ ചോദിച്ചു. ഉടനെ പെട്ടെന്ന് സച്ചിയുടെ ഭാവം മാറി. അയ്യോ മാഡം, ഇതൊന്നും ഇത്രയും കാര്യങ്ങൾ എനിക്കറിയത്തില്ല. അപ്പം എൻ്റെ ഫാമിലി ഓർത്തിരിക്കുന്നത് നിങ്ങൾ അടിച്ചുകൊണ്ട് പോയി നിങ്ങളുടെ കയ്യിൽ ആ ക്യാഷ് ഇരിക്കുന്നതെന്ന് മാത്രം, അതായത് ആളായിരുന്നു ഇത്ര നാൾ അറിയത്തില്ലായിരുന്നു. അപ്പം നിങ്ങളാണെന്ന് മാത്രം ഇപ്പം എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചതെന്ന് പറയുമ്പോഴത്തേക്ക് സച്ചി ഇതിൽ സത്യാവസ്ഥ, ഇതാ സത്യാവസ്ഥ, അതിനുള്ള രേഖകൾ എൻ്റെ കയ്യിലുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് മാഡം ഒരു കാര്യം വേണ്ട, ഇത്രയും നേരം സംസാരിച്ചില്ല, എന്നോട് ക്ഷമിക്കണം. ഞാൻ പല രീതിയിലുള്ള വാക്കുകൾ അതിക്രമിച്ച് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും മനസ്സിലെടുക്കരുത്. ഒരു 50 ലക്ഷം രൂപ അത് പാവപ്പെട്ട ഒരു വ്യക്തി കഷ്ടപ്പെട്ട് ഒരു ജീവിതാവസാനം വരെ ഉണ്ടാക്കിയ ക്യാഷാണ്. അതൊരുത്തന്നെ അടിച്ചുകൊണ്ട് പോകുന്ന പറയുമ്പോഴത്തേക്കും പിടിക്കത്തില്ല, ആർക്കും പിടിക്കത്തില്ല. മേഡം അതൊന്നും മനസ്സിലാക്കണം, ഞങ്ങളുടെ ഒരു വികാരം ഒന്ന് മനസ്സിലാക്കണം എന്ന് പറയാം. നിൻ്റെ വികാരം എന്നല്ല, ആറ് വികാരം എനിക്ക് മനസ്സിലാകുകയൊന്നുമില്ല. ഇതിൻ്റെ സത്യാവസ്ഥ അങ്ങനെ. ഞാനിപ്പോൾ പണ്ടത്തെ പോലെ അല്ല സച്ചി, എനിക്ക് എൻ്റെ നാട്ടിലുള്ള രീതിയിൽ ക്യാഷ് ഉണ്ടാക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. തട്ടിപ്പും വെട്ടിപ്പൊക്കെ നടത്തിയൊരു സമയമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല എന്ന് പറയുമ്പോഴത്തേക്ക് മാഡം എന്താണെന്നൊരു കാര്യം പറട്ടെ, ഇതിനു വേണ്ടി നിങ്ങൾ എന്നെ ഒന്ന് സഹായിച്ചേ പറ്റൂ. കാരണം എൻ്റെ വീട്ടിൽ പറഞ്ഞു, ഈ വീട്ടിൽ വന്നിട്ട് ഈ സത്യാവസ്ഥയൊക്കെ പറയണമെന്ന് പറയുമ്പോഴത്തേക്ക് ഞാനെന്തിനാ സത്യാവസ്ഥ പറയുന്നത്? കാരണം എന്തിനൊക്കെ രേഖകളുണ്ട്. നീ കോടതി പോയി കഴിഞ്ഞ് അല്ലെങ്കിൽ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ നിൻ്റെ രേഖ അവിടെ കിട്ടും. ഒന്നും വേണ്ട, അതെടുത്തുകൊണ്ട് വന്ന് കാണിച്ചാൽ തന്നെ നിൻ്റെ വീട്ടുകാർക്ക് മനസ്സിലാവുമെന്ന് പറഞ്ഞു. അതല്ല മേഡം തന്നെ വരണം, മേഡം തന്നെ വരണം എന്ന് പറഞ്ഞിട്ട് സച്ചി ഇറങ്ങുവാണ്. അത് കഴിഞ്ഞാണ് അടുത്ത സീൻ കാണിക്കുന്ന രേവതി അവർ അമ്മയോട് സംസാരിച്ചിട്ടുണ്ട്. അമ്മ സച്ചിയായിട്ടും ഇങ്ങനെ ഒരു കാര്യത്തിന് പോയിട്ടുണ്ട്. 50 ലക്ഷം രൂപ, അച്ഛൻ്റെ 50 ലക്ഷം രൂപ ഇപ്പം കിട്ടുമെന്നാണ് തോന്നുന്നത്. കാരണം ഇന്ന ആളാണ് എടുത്തത്, അല്ല ഇന്ന ആളെ അടിച്ചുകൊണ്ട് പോയത് നമുക്കൊരു തുമ്പ് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പം ചേട്ടൻ പോയിട്ടുണ്ട്, അതെല്ലാം സച്ചിയേട്ടൻ ശരിയാക്കിക്കൊണ്ട് വരും എന്നുള്ളത് പറയുമ്പോഴത്തേക്ക് സച്ചി ശരിയാക്കിക്കൊണ്ട് വരുമെന്നോ? ആണോ? അങ്ങനെയാണോ? ശരി മോളെ, എങ്ങനെയും അത് കിട്ടിയാൽ മതിയായിരുന്നു. ഈ 50 ലക്ഷം എന്നൊക്കെ പറയുന്നത് നമ്മളെപ്പോലുള്ളവർക്ക് പാവപ്പെട്ടവർക്ക് നിസ്സാര കേസല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത് കഴിയുമ്പോഴത്തേക്ക് രേവതി വീട്ടിൽ കയറി വരുമ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രമതി എതിരേറ്റ് നോക്കുകയാണ്. അത് ചന്ദ്രമതി ചോദിക്കുക, നീ എവിടെ പോയേക്കായിരുന്നു, ഇത്ര നേരം എവിടെ പോയേക്കായിരുന്നു? നിനക്ക് ഇവിടെ വീട്ടിൽ ചോദിക്കാനും പറയാനും ആരുമില്ല എന്നുള്ള തോന്നലുകൊണ്ടാണോ? കാരണം നിനക്ക് എന്നെ അഹങ്കരിച്ച് നടക്കാനാണ് ഉദ്ദേശം എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയാം, അമ്മേ ഞാൻ എൻ്റെ വീട്ടിൽ പോയിരുന്നു. ഓ, നിൻ്റെ വീട്ടിൽ പോയതാണോ? നിൻ്റെ വീട്ടിൽ പോയിട്ട് ഇവിടെ നടന്നാൽ എൻ്റെ മകന് പറ്റിയ 30 ലക്ഷം രൂപയുടെ കണക്കും കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇല്ലാതാക്കിക്കാണ്, എൻ്റെ കുടുംബത്തിൽ ഇല്ലാതാക്കിയാണ്. അത് നിനക്കും നിൻ്റെ ഫാമിലിക്കൊക്കെ പറഞ്ഞിട്ടുള്ള പണിയാണല്ലോ. ഇതെല്ലാം നിനക്ക് നിൻ്റെ ജീവിതത്തിലൊന്നും നടക്കുന്നില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് വേറെന്താ നിന്നെ കൊണ്ടുള്ള പ്രയോജനം? കാരണം ഇതൊക്കെ പറഞ്ഞ് ഞങ്ങളില്ലാതാക്കുക എന്നുള്ളതാണല്ലോ. അമ്മ ആവശ്യമില്ലാതെ പറയരുത് എന്ന് പറയുമ്പോഴത്തേക്ക് ആവശ്യമില്ലാതെ പറയാം. എടി എൻ്റെ 2 മരുമക്കളും നോക്കുക, അവന്മാർക്ക് യാതൊരു രീതിയിലും ഒരാളെ വിളിച്ച് പറയുകയും ഇതുപോലുള്ള കുശുമ്പും കുന്നായ്മൊന്നും പറഞ്ഞു നടക്കുന്ന അവർ വ്യക്തികളല്ല. അവർ പണക്കാരാണ്. അവർക്ക് അതിൻ്റെതായിട്ടുള്ള സ്റ്റാൻഡ് കാണിക്കും. നീ ഈ ചറ്റക്കൂട്ടിൽ കിടന്ന് നിനക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാനും പ്രവർത്തിക്കാനും അറിയത്തുള്ളൂ. മറ്റുള്ളവരെ കാണുമ്പോഴത്തേക്ക് നീ ഈ കുടുംബത്തിലൊരു അംഗമാണെന്ന് നിനക്ക് തോന്നലുണ്ടോ?
അത് അതെന്നെ പറയാൻ എൻ്റെ കെട്ടിയവനെ പറഞ്ഞാൽ പോരെ, ആവശ്യമില്ലാത്ത രീതിയിലൊക്കെ അട്ടയെ പിടിച്ച് മെത്തയെ കടത്തിയ ഒരു അവസ്ഥയാണല്ലോ നിൻ്റെ. അമ്മ ആവശ്യമില്ലാത്ത പറയരുത്, നിങ്ങളുടെ മകൾക്ക് ഇതിനൊക്കെ ഇതിലും വലിയ അബദ്ധം പറ്റിയിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക്, അത് അവർക്ക് അബദ്ധം പറ്റിയെന്ന് പറയുമ്പോഴത്തേക്ക് ഒരബദ്ധം ചെറിയൊരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞ് എല്ലാം ജീവിതകാലം മുഴുവൻ അങ്ങനെ തന്നെ ആയിരിക്കുമോ? അത് ചെറിയൊരു അബദ്ധം പറ്റി, അത് ആർക്കാണെങ്കിലും ഉണ്ടാകും. ചെറിയ അബദ്ധമാണിത്, ഇത് വലിയ അബദ്ധമല്ലേ എന്ന് പറയുമ്പോഴത്തേക്ക് ആ 30 ലക്ഷം രൂപ അല്ലേ, ആ 30 ലക്ഷം രൂപ പിന്നെ കെട്ടിക്കോളും എന്ന് പറയുമ്പോഴത്തേക്ക്, എടി നീ വല്ല അഹങ്കരിക്കണ്ട. നിൻ്റെ കെട്ടിയവനെ ഒരു പെഗടിച്ച് കഴിഞ്ഞാൽ ഉള്ള ലെവലെല്ലാം മാറി നിന്നെയും നിൻ്റെ കുടുംബത്തെ ഒരു ഇല്ലാതാക്കുന്ന രീതിയിലുള്ള സ്വഭാവമാണ് സച്ചിയിൽ ഇരിക്കുന്നത്. അത് നീ മറക്കരുത് എന്ന് പറയുമ്പോഴത്തേക്ക് രേവതി മിണ്ടാതിരിക്കുകയാണ്. ആ സമയത്ത് സച്ചി ഓടിച്ചാടി കയറി വരുവാണ്. സച്ചി ഓടിച്ചാടി കയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ വിഷയങ്ങളെല്ലാം അവിടെ അവതരിപ്പിക്കണമല്ലോ. കാരണം 50 ലക്ഷം രൂപ പോയ വഴി, അതായത് രവീന്ദ്രൻ ജീവിതകാലം മുഴുവൻ ഉണ്ടാക്കിയ ഒരു സാമ്പത്തികം നഷ്ടപ്പെട്ടു പോയ രീതി, അത് പെട്ടെന്ന് തിരിച്ച് കിട്ടിയെന്നുള്ളൊരവസ്ഥയാണ്. കാരണം അത് മാത്രമല്ല, ഒരു കുടുംബം മുഴുവനായിട്ട് ശ്രുതിയും കൂടി ചേർന്ന് കളിപ്പിക്കുകയോ ചെയ്യുന്നത്. അപ്പോൾ അത് ആ സത്യാവസ്ഥ പറയാൻ വേണ്ടി കയറി വരുവാണ്. അത് അമ്മ എല്ലാവരും വന്നേ എന്ന് പറയുമ്പോഴത്തേക്ക് ശ്രുതി ശ്രീകാന്ത് എല്ലാവരും വിളിക്കുവാണ്. നീ എന്തുണ്ടാക്കി വലിച്ച് കീറുന്ന, നിൻ്റെ വാഹനം ഉണ്ടായിരിക്കത്തില്ല, നിനക്ക് എപ്പോഴും ഇങ്ങ് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും വിളിച്ച് കിടത്തി വിളിച്ച് വരുത്തി ആവശ്യകത സംസാരിക്കുകയാണ്, നിനക്ക് എന്താ ഇപ്പോഴെന്താ നീ കൊണ്ടുവന്നേക്കെന്ന് ചോദിക്കുമ്പോഴത്തേ മര്യാദയ്ക്കിരുന്നാണ്, നിങ്ങൾ വാ തുറന്ന് പോകരുത്. കാരണം ഞാനിവിടെ സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങൾ ശക്തമായിട്ടുള്ള പല കാരണസൗദ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. പല രീതിയിലും ഈ കുടുംബത്തെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള നിങ്ങളുടെ പുന്നാര മോൻ്റെ അടുത്ത ഒരു വിശേഷം വന്നിട്ടുണ്ട്. അത് ഇപ്പോൾ പറയാമെന്ന് പറയുമ്പോഴത്തേക്ക് ഉടനെ ശ്രുതി ചാടി ഇറങ്ങുന്നുണ്ട്. എന്താണ് നിന്നെയാണ് മോനെ കാത്തിരുന്നത്, നിന്നെ തന്നെ. കാരണം നീ കാണിച്ചതായിട്ടുള്ള വേറൊരു സംഭവം ഇവിടെ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ കാര്യങ്ങളും ചോദിക്കും. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മുടെ നീലിമയൊക്കെ കയറി വരുന്നുണ്ട്. നീലിമ കയറി വരുന്ന സീൻ പറയുമ്പോഴത്തേക്ക് നാളത്തെ കഴിഞ്ഞിട്ടുള്ള സീനിലൊക്കെ നാളത്തെ സീനിൽ തന്നെ കാണാൻ പറ്റുന്നിടത്തില്ല, നാളത്തെ കഴിഞ്ഞ സീനിൽ കാണാൻ പറ്റും. അപ്പം നീലിമ കയറി വരുമ്പോഴത്തേക്ക് പറയുന്നുണ്ട്, ഇന്ന പോലെ ക്യാഷ് അടിച്ച് മാറ്റിയതൊക്കെ ശ്രുതിയും കൂടി ചേർന്ന്, ഞാനും ശ്രുതിയും കൂടി ചേർന്നായിരുന്നു. പിന്നെ ഞാനത് കൊണ്ടുപോയപ്പോഴത്തേക്ക് ഇന്ന പോലെ എൻ്റെ നിന്ന് ക്യാഷ് 53 ലക്ഷം രൂപയായിട്ട് ഒക്കെ മേടിച്ചെടുത്തത് ഈ ശ്രുതിയും കൂടി ചേർന്നുള്ള ശ്രുതിയുടെ ഭയങ്കര തട്ടിപ്പ് പരിപാടിയാണ് ശ്രുതി കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നൊരു സീനാണ് നാളത്തെ കഴിഞ്ഞ സീനിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ഇതൊക്കെ ഓർത്താണെങ്കിൽ ഒരു വിശേഷം. അത് കഴിഞ്ഞ് നമ്മുടെ ശ്രുതിനെ വീട്ടിൽ നിന്ന് അടിക്കുന്നുണ്ട്, നമ്മുടെ ചന്ദ്ര അടിക്കുന്നുണ്ട്. ചന്ദ്ര അടിച്ച് ഇറക്കി വിടാൻ പോകുമ്പോഴത്തേക്ക് രവീന്ദ്രൻ പറയുന്നുണ്ട്, അതൊരിക്കലും എൻ്റെ മകൻ്റെ ഭാര്യയാണ്, അവളെ അങ്ങനെ ഇറക്കി വിടാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അകത്തോട്ട് പിടിച്ച് കയറ്റുന്നൊക്കെ സീനൊക്കെയാണ് ഇനി കാണാൻ പോകുന്നത്. അതിനാൽ കാത്തിരുന്ന് തന്നെ കാണാം. അതിനാൽ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്. പിന്നെ മഴതോരു മുമ്പ് എന്നുള്ള സീരിയൽ നമ്മൾ ഇടുന്നുണ്ട്, അതിനും വേറെ ചാനലുണ്ട്. ആ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നിന്ന് ഇവിടെ പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.